السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏതൊരു വിശ്വാസിയും ഒരു വൃക്ഷത്തൈ കുഴിച്ചു നടുകയോ വിത്ത് പാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് ഫലം കായ്ക്കുകയും ചെയ്താൽ അതിനവന് സ്വർഗത്തിൽ സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കുമെന്ന തിരുവചനത്തെ മുൻനിർത്തി ഇസ്ലാമും പരിസ്ഥിതി പാഠവും എന്ന വിഷയത്തെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ സ്വാധീനിക്കുന്ന ചുറ്റുപാടിനെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ആ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് സംവദിക്കുമ്പോൾ അത് പരിസ്ഥിതി സംരക്ഷണവും, അതിനോട് വ്യതിരിക്തമായി കൈക്കടത്തുമ്പോൾ അത് പരിസ്ഥിതി മലിനീകരണവുമാണ്. കേവലം വൃക്ഷങ്ങളും ജലങ്ങളും വെള്ളങ്ങളും കാടുകളും എന്നതിനേക്കാൾ അപ്പുറം ഭൂമിയിൽ ജീവിക്കുന്ന സകലമാന ജീവജാലങ്ങളും പരിസ്ഥിതിയുടെ ഭാഗമാണ്. പ്രകൃതിയുടെ അകവും പുറവും മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതിയുടെ ഉള്ളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഇണങ്ങിച്ചേർന്ന് സംവദിക്കുമ്പോഴാണ് പ്രകൃതി സംരക്ഷണമായി മാറുന്നത്. ഖുർആനും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമൊക്കെ മറിച്ചു നോക്കിയാൽ, അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ എത്രത്തോളം ഇസ്ലാം പരിസ്ഥിതിയെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് പരിസ്ഥിതി എന്നുള്ളത്. ആ പരിസ്ഥിതിയെ മലിനമാക്കും വിധം അതിൽ അമിതമായി കൈക്കടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരിക്കലും ഇഷ്ടമാവുകയില്ല, അത് അല്ലാഹുവിന് തൃപ്തികരമാവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിസ്ഥിതിയും ഇസ്ലാമും തമ്മിൽ ഒട്ടനവധി ബന്ധങ്ങളുണ്ട്. ശാസ്ത്രത്തിന് മുമ്പേ പരിസ്ഥിതിയെക്കുറിച്ച് ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ജൈവ സന്തുലിതാവസ്ഥയും പാരിസ്ഥിതിക അച്ചടക്കവും നിലനിർത്തുക, മലിനീകരണവും ചൂഷണവും നിർമാർജനം ചെയ്യുക എന്നതായിരുന്നു പ്രവാചകരുടെ പ്രകൃതി അധ്യാപനം. ലോകം അവസാനിക്കുകയാണെന്ന് അറിയുന്ന നേരത്ത് പോലും കയ്യിൽ ഒരു വൃക്ഷത്തൈയുണ്ടെങ്കിൽ അത് നട്ടുകൊള്ളുവെന്ന പ്രവാചകരുടെ തിരുവചനം ഇസ്ലാമിനെ പ്രകൃതിയുമായി കൂടുതൽ ഇണക്കുകയാണ്. നമുക്കറിയാം, പ്രകൃതി അത് മനുഷ്യനുമായി ഇണങ്ങുമ്പോൾ അത് വളരെ സുന്ദരമാവുകയാണ്. മരം ഒരു വരം എന്നതുപോലെ തന്നെ വിശ്വാസിയുടെ വരമാണ് മരം നട്ടുവളർത്തുക എന്നുള്ളത്. മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടല്, വരൾച്ച എന്നിവ തടയുന്നതിനും ജലലഭ്യതയ്ക്കും പച്ചപ്പും നിലനിർത്തുന്നതിനും മരം നട്ടുവളർത്തൽ അനിവാര്യമാണ്. ഒരാൾ ഒരു തൈ നടുകയും അതിൽ ഫലം കായ്ക്കുന്നത് വരെ അതിനെ സംരക്ഷിക്കുകയും ചെയ്തുവെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് നല്ല പ്രതിഫലമുണ്ടെന്ന തിരുനബിയുടെ വചനം വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമായ പാരത്രിക പ്രതിഫല വാഗ്ദാനത്തിലൂടെ വിശ്വാസിയെ പ്രകൃതിയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഉസാമ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഈന്തപ്പനത്തെ നശിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു. നോക്കൂ, യുദ്ധത്തിന്റെ വേളയിൽ പോലും പ്രകൃതിയെ മറക്കാത്തവരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതെ, പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് സംവദിക്കുകയും പ്രകൃതിയെ മനസ്സിലാക്കി അതിനോട് വേണ്ട രീതിയിൽ പെരുമാറുകയും ചെയ്യുക, അതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങൾക്ക് ജലങ്ങൾ ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലങ്ങൾ ഇറക്കി തന്നു, അത് ഭൂമിയിൽ സംഭരിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളും ഇറക്കി തന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. പക്ഷേ നാം ഇന്നത്തേക്ക് അത് നോക്കുമ്പോൾ മഴ വന്നാൽ അത് പ്രളയവും, മഴ വന്നില്ലെങ്കിൽ കടുത്ത വരൾച്ചയും ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് ശിക്ഷയാണ്, പ്രകൃതിയുടെ ശിക്ഷയാണ്. പ്രകൃതിയെ പരിസ്ഥിതി
പരിസ്ഥിതിയെ മതിമറന്ന് വയലുകൾ നിരപ്പാക്കുകയും കുന്നുകൾ ഇടുക്കുകയും വൃക്ഷങ്ങളെ വെട്ടിമാറ്റുകയും ചെയ്ത മനുഷ്യന് പ്രകൃതിയുടെ ശിക്ഷയാണ് ഇതൊക്കെ. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഇസ്ലാമിക ആശയ ആദർശങ്ങളെ ഉൾക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനും അതിനോട് ഇണങ്ങിച്ചേർന്ന് സംവദിക്കാനും നമുക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.